അത്രയും കൃഷി സ്ഥലങ്ങൾക്ക് ഈ വെള്ളമാണ് ഈ വരുന്നത് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പൊ നമ്മള് 100 മീറ്ററായി. 100 മീറ്ററിൽ നമ്മള് 12 മീറ്റർ ഭൂമിന്റെ അടിയിലാണ്, 1 മീറ്റർ ഭൂമിയുടെ താഴെ. ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓൾറെഡി 100 മീറ്റർ വന്നിട്ടുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇങ്ങനെ നടുക്കെത്തുമ്പോ ഇവിടെ ഒരു ചെറിയ റെസ്റ്റ് ഏരിയ ഉണ്ട് അല്ലേ? മുന്നോട്ട് പോകുമ്പോൾ ഇതിന്റെ ഹൈറ്റ് കുറച്ച് കുറയും. ഇപ്പൊ നമ്മള് മേലെ 12 മീറ്റർ താഴെ. After 150 meters, you can see how is the original cave. This old and new walls. Oh yeah. After 150 meters, you can see how is the original wall. ഇവിടെ വെള്ളം കുറഞ്ഞാലോ? വെള്ളം വരുന്നൊക്കെ പോകുന്നത് ഒറിജിനൽ ഒരുവെള്ളം വരികയാണേ. നല്ല ഉള്ളേ മലിന്റെ മുകളിൽ വെള്ളം വരും. പിന്നെ നമ്മൾ കുഞ്ഞൊക്കെ നടക്കേണ്ടി വരും. ഇനി ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ 13 മീറ്റർ താഴ്ച, 200 മീറ്റർ നീളമല്ലോ താഴ്ച. ഈ കുറച്ചേരം സിമെന്റ് ഒന്നും ഉണ്ടാവില്ല, ആ നാച്ചുറൽ ഐറ്റംസ് ഉണ്ടാവില്ല. മണ്ണിന്റെ ഇതാണ് ഫുൾ എൻജോയ്. ഫൈസു ഹാപ്പി? യു ലൈക്ക്? It's okay, careful, okay? Okay. കൃഷിക്ക് വേണ്ടി വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അന്നത്തെ ആൾക്കാരുണ്ടാക്കിയത് ഒരു സംഭവമാണ്. വളവിൽ തിരിവും അന്ന് ഭൂമിന്റെ അടിയിൽ കൂടി ഇത്രയും വീതിക്ക് തുറന്നു പോകാൻ ഹലോ വിളിക്ക് ഭയ്യാ വിളിക്ക് വർക്ക് ഇത്രയും
അങ്ങനെയൊക്കെ ഇതാണ് ഇതിന്റെ ഒറിജിനൽ പാറ എന്ന ആൾക്കാർ ചോരുന്നതിന്റെ. And this new boat made by US safety because sometimes stones and mud come. ഇതാണ് ഇതിന്റെ ഒറിജിനൽ ഈ മണ്ണിനടിയിലുള്ള പാറക്കല്ലുകൾ. ഇത് പിന്നെ നടക്കാൻ ജനങ്ങളെ മേലേക്ക് കല്ല് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു സ്ലാബ് ഇട്ടിട്ടുണ്ട് ഇവിടെ. അങ്ങനെ വീണ്ടും മുന്നോട്ടുള്ള യാത്ര. Now we are 14 meters under the with Wait, baby. 14 meters. Now it's 14 meters. Yeah, this is a little big hole. Yes, I think the real one, right? Yes, real wood and this holes old people use for clean downside and take out water outside like as a wells. Right. It was when the making. അന്ന് ആൾക്കാർക്ക് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൂടെ ഇറങ്ങുന്നത്. സ്ഥലം ശ്രദ്ധിക്കണേ. ഇതാ മുട്ടി ബേബി നൈസ്. ഇതിന്റെ ഒറിജിനൽ ഗുഹയുടെ അന്ന് ഇത്ര ഹൈറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ളതല്ലേ. സൂപ്പർ. തല കുട്ടിന്റെ തല കൈസു ചെക്ക്. ഓക്കെ, ബേബി വാട്ട് നൈസ്. 14 meters. 14 സെയിം. വാവ്, ഇതിൽ ഇതൊന്നും വെച്ചിട്ടില്ല. അങ്ങനെ ഒക്കെ ഇവിടെ കണ്ടാ പേടിയാവട്ടാ. സ്ലാബില്ലെങ്കിൽ മേപ്പത്തൊക്കെ പേടിയാവും. ഇടക്കിടക്ക് തെങ്ങ് നോക്കിയാ ഇടക്കിടക്ക് ഇങ്ങനെ കാണാൻ വേണ്ടിട്ടേ അധികം നിൽക്കുന്നുണ്ട്. താല്പര്യം ഇതൊക്കെ ഇങ്ങനെ അതിന്റെ ഒറിജിനൽ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സ്ഥലം ഇങ്ങനെ ഗ്യാപ്പാക്കി വിടുന്നുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് ഹൈറ്റ് കുറഞ്ഞിക്കണേ. വീതിയും കുറവുണ്ട് ഇവിടെ. കുറച്ച് കുറഞ്ഞപ്പോൾ നമ്മളെ ഹൈറ്റും വീതിയും ഒക്കെ ഒന്ന് ഇങ്ങനെ കുറഞ്ഞിട്ടുണ്ട്. പോലീസ് കണ്ണടിച്ച് ഓടാനൊന്നും പറ്റൂല. നല്ല വളവും തിരിവും അവൻ്റെ ഒപ്പം പോവല്ലേ. എന്താണ് 400 മീറ്റർ, അതായത് 1/2 കിലോമീറ്റർ നടന്നു. ഇവിടെ 14.5 മീറ്റർ ആണ് ഭൂമി മേലെ ലാൻഡ് നമ്മൾ താഴത്തേക്കുള്ള height. ഇതാണ് ഇതിന്റെ മാക്സിമം അപ്രോക്സ് ഹൈറ്റ് ഡൗൺ. ഇതിന്റെ ദ്വീപ് താഴത്തോട്ട് ഇതിന്റെ വെള്ളം വരുന്ന സ്ഥലത്തേക്ക് ഏകദേശം 2 കിലോമീറ്റർ അടുത്തുണ്ട്. टोटल कितना लगता है? कितना किलोमीटर टोटल? 587. ഓക്കെ. ആ 1 കിലോമീറ്റർ താഴെ 587 കിലോമീറ്റർ. തണുപ്പ്. സൂപ്പർ കൂൾ ഇൻസൈഡാ. അവിടുന്നൊക്കെ മെയിൻ റോഡൊക്കെ ക്രോസ് ചെയ്ത് കൊണ്ട് പോയി. Baby what? Baby okay? ഓക്കെ. തല നോക്കിക്കോ. എത്ര മീറ്റർ? 250. കണ്ടോ ഇതിനകത്ത് ഇവിടെ വെള്ളം കണ്ട സ്പ്രിംഗ് വാട്ടർ വെള്ളം ഒന്ന് ചാടുന്നുണ്ടോ? ഓക്കെ ബാ ഗിമി നോക്കി കേട്ടോ കാല് കല്ലുകൾക്കാ. ഇവിടെ എന്താ ഒറിജിനൽ അതിൻ്റെ ഇതൊന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ കുറച്ച് സ്ഥലം ഇങ്ങനെ ആക്കിയിട്ടുള്ളതാണ്. Now you can see how it's water coming from under the ground. This is the mother of the Phala. ഈ വെള്ളം പിന്നെ സ്ഥലം നോക്കിയാ അവിടുന്നാണ് വെള്ളം. വെള്ളം ഇതാണ് ഇതിന്റെ റിയൽ ഏരിയ. വെള്ളം ഉറവുന്ന വെള്ളം സ്പ്രിംഗ് വാട്ടർ. ഇത്രയും ദൂരത്തുനിന്ന് പണ്ട് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ തുറങ്കമാണിത്. അതിൻ്റെ അവസാന ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് ഇത്രയും വെള്ളം എല്ലാ സമയത്തും. ഇത് വെള്ളം നിൽക്കാറില്ല. ഈ വെള്ളം
വർഷത്തിൽ 365 ദിവസവും ഇവിടെയുണ്ട് ഇതിന്റെ കുറച്ച് ഭാഗം. ഇതിന്റെ എന്റെ സീത ഇവിടെയുണ്ട്. ഇവിടെ കുറച്ച് ഭാഗമുണ്ട് വെള്ളം വരുന്നത്. ഇത് തിരിച്ചു ഇത് കഴിഞ്ഞു. യാ ഓൾസോ കമ്മിങ് ബിഗ് വാട്ടർ ഹിയർ. ഇവിടെ ഇതിന്റെ മേൽക്കുള്ള ഇങ്ങനൊക്കെ മണ്ണ് കൊണ്ട് മേലെ മൂന്ന് മണ്ണ് കൊണ്ട് ഇതിന്റെ ഹൈറ്റ് ആണ്. This good water, no? This drinking water, right? പോലെ ഇതാണ് അപ്പൊ ഇതിന്റെ ലാസ്റ്റ് ഇതുവരെ വന്നത് കാണാൻ വേണ്ടിട്ട്. ഉള്ളതിനകത്ത് കുറെ കിളികളുണ്ട് കേട്ടോ. തൂങ്ങി കിടക്കുന്നതിന് കല്ലിന്റെ തൂങ്ങി കിടക്കുന്നത് ചെറിയ പക്ഷിയുടെ മണൊക്കെ ഉണ്ട് അവിടെ. ഇത് നമ്മുടെ ഹത്ത. ഓക്കേ ഫൈസു സ്പ്രിംഗ് വാട്ടർ. ഞങ്ങൾ തിരിച്ച് അതേ വഴിയിലൂടെ തിരിച്ചു പോവാണ്. ഇറങ്ങിയിരുന്നു. ഹൗസ് എക്സ്പീരിയൻസ്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെ വരിക, കയ്യും കാലൊക്കെ കഴുകാൻ ഇവിടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൈസ ഉണ്ട് കൈയും കാലും കഴുകാൻ. ഷൂ ഒക്കെ ഊരിയിട്ട് ഒരു ഷൂ ഒക്കെ തരും നമുക്ക് ഇടാൻ.